ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഗ്രോ ട്രാവൽ. ഞങ്ങളെ ഇന്ന് മാമാങ്കം എന്ന് പറഞ്ഞൊരു പരിപാടി കാണാനാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമയല്ല കേട്ടോ മാമാങ്കം. ഇവിടുത്തെ മലയാളി സമാജം നടത്തുന്ന ഒരു പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വടംവലി മത്സരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെയാണ് വടംവലി മത്സരം കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ പുള്ളി കടന്നു പോയില്ലോ അല്ലേ. അപ്പോൾ അവിടെ വടംവലി മത്സരം എന്ന് മാത്രമല്ല, ഫുഡ് കോർട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് ഒരുപാട് മലയാളി ഫുഡ് ഐറ്റംസും അവിടെ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണം. എന്തൊക്കെയാണ് ജസ്റ്റ് അല്ലേ അറിയാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല, അതിനുള്ള ടൈമില്ല ഞങ്ങൾക്ക്. വേറെ കുറച്ച് പരിപാടികളുണ്ട് ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ട്. എന്നാലും കുറേ ടീമുകൾ ഉണ്ടെന്നാണ് കേട്ടത്. ഓസ്ട്രേലിയയിൽ നിന്ന് വരെ മലയാളി ടീംസ് ഉണ്ട്. പിന്നെ അതുമല്ല ഈ ന്യൂസിലാൻഡ് പോലീസ് ഇതിലുള്ള അല്ലേ, പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അവരെയൊക്കെ എനിക്കറിയില്ല, പരിചയപ്പെടാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് പോയിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കാം അല്ലേ. പോയി എന്താ സംഭവം നോക്കാം. ആദ്യത്തെ ഒരു ഓണാഘോഷത്തിന്റെ ഒരു സ്റ്റാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേറൊരു അന്യ പരിപാടി വരുന്നുണ്ട് കേട്ടോ. ഒരു മെഗാ ഷോ ഉണ്ട്, അത് സദ്യ ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊന്ന് പോയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ കുറേ മലയാളീസിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. ഞങ്ങളൊക്കെ ഇവിടുത്തെ പുതിയ ആൾക്കാരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അല്ലേ, അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കുറച്ച് ആൾക്കാരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വിടുകയാണ് കേട്ടോ. ഇത് ശരിക്കും സ്പോട്ട് മനുക്കാവ് ഉണ്ടോ. മനുക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അല്ലെ ഹാമിൽട്ടൺ പോണ വഴിയാണല്ലേ. ആ റൂട്ടിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 28 കിലോമീറ്റർ ഉണ്ട് അല്ലേ ഞങ്ങളുടെ അവിടെ നിന്ന്. At the roundabout, turn right. Then at the roundabout, continue straight. നമ്മള് ഇവിടെ ഏകദേശം എത്തിയിട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലേ. പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലമില്ല ഇവിടെ. അവിടെ തിരിച്ചു പോയാലോ നമുക്ക് അത് അപ്പുറത്തേക്ക് ഇടാൻ പറ്റും നോക്കാം. പക്ഷെ എന്റെ പൊന്നോ അല്ലേ, ഇത് അതിന്റെ ഉള്ളിലാണ് കേട്ടോ സംഭവം നടക്കുന്നത്. ഇവിടെ അല്ലേ ചൂണ്ടയൊക്കെ ആയിട്ട് നിൽക്കണല്ലേ. മുകളിൽ ചൂണ്ടല്ലേ വെച്ചാണ്. ഹലോ ഹലോ ഹലോ, ഇതെന്താ പരിപാടി? സെയിലിംഗാ? പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ആൾക്കാരെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി മാർക്കറ്റിംഗ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മറ്റേ ചൂണ്ടപ്രേമി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അപ്പം മുപ്പര് നടത്തണ പരിപാടിയാ. ഇതിപ്പോ ഇതിന് എങ്ങനെയാ റേറ്റ് എങ്ങനെയാ? 350 പെർ ഹെഡ്. 350. ഓക്കെ 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 ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഓക്കെ, കോണ്ടാക്ട് ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ ബൈ. അപ്പൊ നമ്മള് വന്നപ്പോ കണ്ടതാണ് കേട്ടോ. ഇത് ആർക്കെങ്കിലും ചൂണ്ടയിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ 350 പെർ ഹെഡ്. അത് അങ്ങോട്ട് അവിടെ ഇടാം, അങ്ങോട്ട് പോവാം. അടിപൊളി അല്ലേ. കേരള എന്ന് കൊടുത്ത വണ്ടി നമ്പർ ഇടാം. ഹലോ, എന്തുണ്ട് വിശേഷം? എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ? ലൈവായിട്ട് ദോശ, മസാല ദോശ, ഗീ റോസ്റ്റ്, ഉണ്ണിയപ്പം, എല്ലാം ലൈവ്. അടിപൊളി. നാട്ടിലെ എല്ലാ രുചികളും ഉണ്ടല്ലേ. പേരെങ്ങനെയാ ഇടുന്നേ? സാബു. എന്റെ പ്രശാന്ത്. ഞങ്ങളിപ്പോ പുതിയതായിട്ട് വന്നോളൂ. അപ്പൊ ഇവിടെ വന്ന് ചേർന്നോളൂ. ജസ്റ്റ് ഒരു ചാനലുണ്ട് എന്റെ അഗ്രോ ട്രാവല്. കൃഷിനെ പറ്റിയാണ് കൂടുതൽ. ചേട്ടന്റെ നല്ല അടിപൊളി ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത്? വട്ടയപ്പം, പഴംപൊരി. ഓ, പഴംപൊരിയൊക്കെ ഇവിടെ റയറല്ലേ. ഇവിടെ പഴം കിട്ടില്ലല്ലേ നമുക്ക് തന്നെ ഉണ്ടല്ല. ഓക്കെ, അതെവിടെ ഇടുന്ന പഴം നോക്കാം പോലെ. ഓക്കെ, ഏത്തപ്പഴം. ഇവിടെ നാട്ടിലല്ല അങ്ങനെ കിട്ടാറില്ല അല്ലേ പഴം.
ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 2 ഉഴുന്നുവട 2 പഴംപൊരി. പഴംപൊരി, വട, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് എത്രയാണ് പഴംപൊരി? എത്രയാണ്? $4. ഓക്കെ, $4 എത്ര? ഒരെണ്ണം. ഇവിടെ റയർ ആയതുകൊണ്ട് ഭയങ്കര റേറ്റ് ആണല്ലേ. നാട്ടിലെ കപ്പ, ബീഫ്. ഫ്രണ്ട്സ്, ഞങ്ങളെ കപ്പ ബിരിയാണി മേടിച്ചു. കപ്പ ബിരിയാണി മേടിച്ച് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് ചെയ്യാം? നല്ലതാണോ? ഞാൻ ടേസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓ, നിനക്ക് ഓക്കെ ആണോ? ഒത്തിരി കുരുമുളക് പറഞ്ഞ കാര്യം മതി. ഇതാണ് കേട്ടോ സംഭവം. ഇതിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത് വടംവലി മത്സരം. ഇഷ്ടമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഫുഡുള്ളത് അവിടെ? എന്തൊക്കെയാണ് നിങ്ങൾ ഇത് കൊടുക്കുന്നത്? ഇവിടെയുള്ളത് ബിരിയാണി ഉണ്ട് ഇവിടെ. ഓക്കെ, ഓക്കലും മലയാളി സമാജത്തിന്റെ ഇതിൽ സെല് ചെയ്യുന്നത്. പുറത്ത് ഫുഡ് സ്റ്റോളുകളുണ്ട് വേറെ. ഓക്കെ, അത് കണ്ടായിരുന്നു ഞങ്ങൾ. അപ്പൊ ഇത് എന്താ റേറ്റ്? എങ്ങനെയാ കൊടുക്കുന്നത്? $15. $15. ഇത് ടീമിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ബിരിയാണിയാണ്. ടീമിന് വേണ്ടി മാത്രം. സമാജം കൊടുക്കും. ഇതല്ലാതെ നമ്മുടെ ഇവിടെ കാണാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് $15 ബിരിയാണി.
ഹലോ നമസ്കാരം. നിങ്ങൾ ജയിച്ചിരിക്കുന്ന ടീമാണ്. അപ്പോൾ നമ്മുടെ പേരെന്നാ? പേര് മാത്യൂസ്. നിങ്ങളുടെ ടീമിൻ്റെത്? ഞാൻ സെക്കൻഡ് യെല്ലോ കാനായ കാത്തോലിക് അസോസിയേഷൻ ടീമാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ 3 ടീമുണ്ട്. അതിൽ യെല്ലോ ടീമിൽ വലിക്കുന്നു. ഓക്കെ. യെല്ലോ ടീമിൽ വലിക്കുക. യെല്ലോ ടീമാണ്. ഇപ്പോൾ എത്ര റൗണ്ട് കഴിഞ്ഞു നിങ്ങളുടെ? ഫസ്റ്റ് റൗണ്ട് ഇനിയിപ്പം ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി ക്വാർട്ടർ ഫൈനലിലേക്കാണ്. ക്വാർട്ടർ ഫൈനൽ സിംഗിൾ വലിയാണ് കഴിഞ്ഞത്. ഇനി ക്വാർട്ടർ ഫൈനൽ തൊട്ട് 3 വലി വരും. ബെസ്റ്റ് ഓഫ് 3 ആണ്. ഇപ്പം നിങ്ങൾ എല്ലാ വലിയും ജയിച്ചു. ഞങ്ങളുടെ പൂളിൽ 7 ടീം ഉണ്ടായിരുന്നു. 6 വലി വന്നു. 6 വലിയും ജയിച്ചു. ഓസ്ട്രേലിയൻ ടീമിന് നമ്മളിപ്പോൾ പരാജയപ്പെട്ടു. അവിടുത്തെ നമ്പർ 1 ടീമാണ്. അതെ, ഞാൻ കേട്ടിട്ടുള്ളതാണ്. അവിടുത്തെ എല്ലാ വലികളും ജയിക്കുന്ന ടീമാണ്. നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ഇനിയിപ്പോൾ അവരിനി വരും. നമുക്ക് ഇനി മുന്നിൽ ജയിച്ചു. ഇനിയിപ്പോൾ മുന്നോട്ട് നമുക്ക് അതിൻ്റെ ഒരു ബാക്കി മനസ്സ് വരും. നിങ്ങൾ എത്ര നാളായിട്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നു? ട്രെയിൻ ചെയ്യുന്നത് ഇവിടെ വർഷങ്ങളായിട്ടുള്ള ടീമാണ്. ഞാനൊരു വർഷം കഴിഞ്ഞു. 2012 തൊട്ട് ന്യൂസിലാൻഡുള്ള ടീമാണ്. അതെ. വടംവലി ന്യൂസിലാൻഡ് തുടങ്ങിയപ്പോൾ മുതൽ ന്യൂസിലാൻഡുള്ള ടീമാണ്. ഓക്കെ ഓക്കെ. പേരെങ്ങനെയാ? എൻ്റെ പേര് ഡോൺ. ഓക്കെ. അപ്പോൾ എന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഞങ്ങൾ വീക്കിലി മാക്സിമം കിട്ടുന്നത്ര പ്രാക്ടീസ് ചെയ്യാറുണ്ട്. വീക്കെൻഡ് മസ്റ്റായിട്ട് ചെയ്യും. വീക്കെൻഡ് മസ്റ്റായിട്ട്. നമ്മുടെ എത്ര പേരുണ്ട് നിങ്ങളുടെ ടീം മൊത്തമായിട്ട്? നമ്മുടെ ഗ്രാനായ കത്തോലിക് അസോസിയേഷൻ്റെ ടീമാണ്. നമ്മളിപ്പോൾ 3 ടീമുണ്ട്. 3 ടീമുണ്ട്. ഒരു ടീം ക്രാഷർ ചെയ്യുന്നുണ്ട്. അല്ലാതെ 2 ടീമുണ്ട്. അപ്പോൾ 3 ടീം തെക്കൻസ് ന്യൂസിലാൻഡ് എന്നുള്ള പേരിലുണ്ട്. നമ്മുടെ അസോസിയേഷൻ മെയ്യിലൊരു പോരാട്ടം 2024 വടംവലി കോമ്പറ്റീഷൻ ന്യൂസിലാൻഡിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ വടംവലി കോമ്പറ്റീഷൻ നടത്തിയായിരുന്നു. അതായിരുന്നു ഈ വലിയുടെ ഇൻസ്പിറേഷൻ. നമുക്ക് 13 ടീം ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ 2 ടീം ഉണ്ടായിരുന്നു. അതിൽ ആകർഷകരായി നമ്മുടെ മലയാളി സമാജം ഇത് നടത്താൻ കാണിച്ച ഇപ്പൊ ഒരുപാട് ടീമുണ്ടല്ലോ. ഹാമിൽട്ടൺ അവിടെ നിന്നൊക്കെ ഉണ്ടല്ലോ ടീം. ക്രൈസ്റ്റ് ചർച്ച് മൊത്തം ഉണ്ടല്ലോ. അപ്പൊ ഇതില് സ്ട്രോങ് ടീം എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും. അത് എല്ലാവരും നല്ല നല്ല ടീമാണ്. കാരണം ഓരോ കോമ്പറ്റീഷൻ വരുമ്പോഴും എല്ലാവരും ബെറ്റർ ആവുന്നുണ്ട്. വടംവലി എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് നാട്ടിൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരു സംഭവമാണ് വടംവലി. അപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോ അതിമനോഹരമായിട്ട് അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഓണത്തിന്റെ സ്റ്റാർട്ടിംഗ് ഞാൻ പറഞ്ഞ പോലെ പോരാട്ടം കഴിഞ്ഞപ്പം ഇത് വന്നു. ഇനി നമ്മുടെ ടീം ഓസ്ട്രേലിയ പോകുന്നുണ്ട് അടുത്ത ആഴ്ച. അടുത്ത ഓസ്ട്രേലിയ ബ്രിസ്ബനിൽ സൺഷൈൻ കോസ്റ്റിലും വലിയുണ്ട്. അതുപോലെ ഇനി ബാക്കിയുള്ള അസോസിയേഷനുകൾ വടംവലി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് വരുന്നു. ഞാനിവിടെ സോഷ്യൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഗ്ലാസിന്റെ കമ്പനി ചെയ്യുക. ഗ്ലാസിന്റെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ജയിക്കാൻ വേണ്ടി. ഓക്കെ. അപ്പൊ എൻ്റെ കൂടെ ഇന്നുള്ളത് മല്ലു അല്ലേ, ന്യൂസിലാൻഡ് മല്ലൂസ്. അപ്പൊ ഒരുപാട് നാളായി നല്ല രീതിയിൽ ഇതൊക്കെ പോകും. അപ്പൊ അതെ, ഹാമിൽട്ടനാണ്. ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. പുള്ളി ഒരു യൂട്യൂബറാണോ? യൂട്യൂബറാണ്. പുള്ളി ഒരു വീഡിയോ എടുക്കുകയാണ്. എന്താ പേരെന്താ പറയുന്നത്? യൂട്യൂബിൻ്റെ പേരെന്താ? ഓക്കെ. ഓരോ ടിക്കറ്റിന് കൂടി നൽകുന്നതാണ് ഓസ്ട്രേലിയൻ മലയാളി സമാജം.
എന്തായാലും അടിപൊളി വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ടാ. താങ്ക് യു സൗത്ത് ആഫ്രിക്ക വീഡിയോസ് പ്രത്യേകിച്ച്. ഓക്കെ, ഇനിയുണ്ടോ? അല്ലെങ്കിൽ അടുത്ത വർഷം ഉണ്ടല്ലേ? അപ്പോൾ കൂടെയുള്ള മറ്റേ ഓസ്ട്രേലിയയിലുള്ള പുള്ളി ഉണ്ടല്ലോ, UK. ആ, പുള്ളി ആ സമയത്ത് വരുന്നതാണോ? നാട്ടിലെത്തിയിട്ട് പാടൊക്കെ നാട്ടിൽ പോയി ഫ്രീയാണ്. അപ്പോൾ ഈ ഇതുപോലത്തെ ഒന്നും വ്ളോഗ് നമ്മൾ ഇതിലേക്ക് എടുക്കാറില്ല അല്ലേ? ഇല്ല നമ്മൾ ഹണ്ടിങ് മാത്രം. നമ്മൾ ഹണ്ടിങ് മാത്രം. ഓക്കെ, താങ്ക് യു. അതേ തങ്ങളുടെ 2ാം വലി അതിശക്തമായി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്ലാൻഡ് റൈഡേഴ്സ് ഒരു വശത്ത് മത്സരിക്കുമ്പോൾ വിട്ടുകിടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിന്നൽ പോലെ പടർന്നു വന്നുകൊണ്ട് മിന്നൽ പടയിൽ അവരുടെ സർവശക്തിയും സന്നാഹിച്ചുകൊണ്ട് വടത്തിലോട്ട് കയ്യും മെയ്യും ആത്മാവും സമർപ്പിച്ചുകൊണ്ട് വലിച്ചു മുന്നേറുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നമുക്ക് പ്രൈസ് കൊടുക്കണമെന്നൊന്നും കാണാൻ നിന്നില്ല ഞങ്ങൾ. അപ്പോൾ അതിനു മുമ്പ് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ തന്നെ അതിനു മുമ്പ് സംസാരിച്ച അവർ തന്നെയാണ് വിജയിച്ചത്. തെക്കൻസ് പറഞ്ഞ ടീമാണ്, ഓക്ലാൻഡ് ബേസ്ഡ് ആണ്. അവർ ശരിക്കും പറഞ്ഞാൽ ബ്രിസ്ബൻ ടീമിനെയാണ് തോപ്പിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഫ്ലൈറ്റ് വിളിച്ച് വന്ന ആൾക്കാരാണ് അവർ എല്ലാ വർഷവും അവരാണ് ജയിക്കുന്നതാണ്. ഒരു 14 ഇയറായിട്ട് അവർ തന്നെയായിരുന്നു കപ്പെടുത്തുകൊണ്ടിരുന്നത്. ഈ തവണ ശരിക്കും പറഞ്ഞാൽ ഓക്ലാൻഡ് ടീം എടുത്തു. അപ്പം നെക്സ്റ്റ് മന്ത് എങ്ങാണ്ട് ഇനിയും അവർ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ടീം ഓസ്ട്രേലിയ പോകുന്നുണ്ട്. അവിടെയും ഇങ്ങനെ തന്നെ വടംവലി മത്സരം നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ഒരു പരിപാടികളൊക്കെ നടത്തുന്നത്. ഓക്ലാൻഡിൽ ഒരുപാട് പരിപാടീസ് ഇങ്ങനെ നടത്താറുണ്ട്. അപ്പോൾ ഈ മലയാളി സമാജം, ഓക്ലാൻഡ് ബേസ് മലയാളി സമാജമാണിത് ശരിക്കും പറഞ്ഞാൽ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും അവരുടെ ഒരു എന്താ വെച്ചാൽ എല്ലാവരെയും ഒരു ഒത്തുകൂടാൻ ഒരു അവസരം ഒരുക്കി തന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ പോയിട്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഉള്ള നല്ല നല്ല പരിപാടികളുടെ ഒരു വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ഷെയർ. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.